ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഫിസിക്സിൻ്റെ SCERT ബേസും അതുപോലെ തന്നെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് പദാർത്ഥത്തിൻ്റെ സ്വഭാവം എന്നുള്ള ചാപ്റ്ററാണ്. അതൊരു 8ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ പദാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം പറയുന്നത് സാധാരണ നമ്മൾ ചുറ്റുപാടും കാണപ്പെടുന്ന പദാർത്ഥത്തിൻ്റെ സ്റ്റേറ്റ് ആണ്. ഏതൊക്കെയാണ്? ഖരത്തിൽ, ദ്രാവകത്തിൽ, വാതകത്തിൽ. മെയിനായിട്ട് നമ്മൾ കാണപ്പെടുന്നത് പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഖരം, ദ്രാവകം, വാതകമാണ്. പിന്നെ ഏതൊക്കെ നമുക്കറിയാം? ഖരം, ദ്രാവകം, വാതകം അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ അറിയാം? ഓക്കെ, നാലാമതായിട്ട് പ്ലാസ്മ അവസ്ഥയുണ്ട് അല്ലേ? നാലാമതായിട്ട് പ്ലാസ്മ അവസ്ഥയുണ്ട്. അതിനുശേഷം ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ കഴിഞ്ഞാൽ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഉണ്ട്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഉണ്ട്. അങ്ങനെ പോകുന്നു അല്ലേ? അപ്പോൾ എന്താണ് ദ്രവ്യം അല്ലെങ്കിൽ എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് വിളിക്കാം. എന്താ പറഞ്ഞേ? സ്ഥിതി ചെയ്യാനൊരു സ്ഥലം വേണം, ഒരു സ്പെസിഫിക് ആയിട്ട് എന്തുണ്ടായിരിക്കും? അതിനൊരു മാസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്ത് ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ഇരിക്കാനായിട്ടൊരു സ്പേസും വേണം, അതിനകത്തൊരു മാസും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് വിളിക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് നമുക്ക് വിളിക്കാം. സാധാരണ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലാണ് പദാർത്ഥങ്ങൾ നമ്മൾ കാണപ്പെടുന്നത്. ഇനി ഇതല്ലാതെ മുകളിലേക്ക് ഏതൊക്കെയുള്ളത്? പ്ലാസ്മയുണ്ട്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഉണ്ട്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഉണ്ട്, കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയുണ്ട്. അങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരുപാട് തരത്തിൽ പദാർത്ഥങ്ങളുടെ അവസ്ഥകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ഇനി പ്ലാസ്മയും മറ്റവസ്ഥകളെന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ കൂടാതെ മറ്റു ചില അവസ്ഥകളിലും പദാർത്ഥം കാണപ്പെടുന്നു. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഇത് ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. സൂര്യന്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിൽ കാണപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും മുന്നേ ചോദിച്ച ചോദ്യമാണ്. സൂര്യന്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിൽ കാണപ്പെടുന്നു. ഉന്നതമായ താപനില കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. അപ്പൊ നമ്മൾ 3 പോയിന്റാണ് പറഞ്ഞത്. സൂര്യന്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പദാർത്ഥത്തിന്റെ അവസ്ഥ പ്ലാസ്മയാണ്. ഉന്നതമായ താപനിലയിലാണ് പ്ലാസ്മ അവസ്ഥ കാണപ്പെടുന്നത്. പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3 എന്താണ്? ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥ. അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥ ഏതാണ്? അത് പ്ലാസ്മ അവസ്ഥയാണ്. അപ്പോൾ ഈ 3 പോയിന്റ് ഒരിക്കലും മറക്കാതിരിക്കുക. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, BEC, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നും 6ാമത്തെ അവസ്ഥയെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നും നാമകരണം ചെയ്തിരിക്കുന്നു. അപ്പം 4 പ്ലാസ്മ പറഞ്ഞു, 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്, 6ാമത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പദാർത്ഥത്തിന്റെ മറ്റൊരു അവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ, സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. പദാർത്ഥത്തിന്റെ മറ്റൊരു അവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്, അതായത് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. ഈ അവസ്ഥകളെല്ലാം ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ്. അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളുക. ഈ അവസ്ഥകളെല്ലാം ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഇനി ഇവിടെ ഒരു ചെറിയ ടേബിൾ ഉണ്ട്. ഖരത്തിൻ്റെയും ദ്രാവകത്തിൻ്റെയും വാതകത്തിൻ്റെയും നേച്ചർ എന്തൊക്കെയാന്ന് സ്പെസിഫൈ ചെയ്തതാണ്. പ്രത്യേകമായിട്ടുള്ള ഒരു മാസ് ഉണ്ട്. ആർക്കൊക്കെ? ഖരം, ദ്രാവകം, വാതകം. നിശ്ചിത വ്യാപ്തമുണ്ട്. അപ്പോൾ നിശ്ചിതമായ മാസ് ഉണ്ട് ഇല്ലേ? എല്ലാവർക്കും മാസ് ഇല്ലേ? ഖരാണെങ്കിലും ദ്രാവകമാണെങ്കിലും വാതകമാണെങ്കിലും നിശ്ചിതമായിട്ടുള്ള മാസ് ഇവർക്ക് 3 പേർക്കുണ്ട്. നിശ്ചിത വ്യാപ്തമുണ്ടോ? ആർക്കാണ് നിശ്ചിത വ്യാപ്തമുള്ളത്? ഖരത്തിന് നിശ്ചിത വ്യാപ്തമുണ്ട്. എന്നാൽ ദ്രാവകത്തിന് നിശ്ചിതമായിട്ടുള്ളൊരു വ്യാപ്തമുണ്ടോ? അതായത് കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് പാത്രമാണോ അത് കണ്ടെയ്ൻ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ വോളിയം. അതായത് ദ്രാവകത്തിനും വാതകത്തിനും എന്തില്ല? നിശ്ചിതമായിട്ടുള്ളൊരു വ്യാപ്തം അല്ലെങ്കിൽ വോളിയം ഇല്ല. ഇനി സ്ഥിരമായിട്ടുള്ള ഒരു ആകൃതി ആർക്കുള്ളത്? ഖരത്തിന് സ്ഥിരമായിട്ടൊരു ആകൃതി ഉണ്ട്. എന്നാൽ ദ്രാവകത്തിനും വാതകത്തിനും സ്ഥിരമായിട്ടുള്ള ആകൃതി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ദ്രാവകത്തിനും ഇല്ല, വാതകത്തിനും ഇല്ല. ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ എക്സാം ഹാളിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അപ്പോൾ മാസ് ഉണ്ട്. ആർക്ക്? ഖരത്തിനും ദ്രാവകത്തിനും വാതകത്തിനും മാസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് പദാർത്ഥത്തിന്റെ സ്റ്റേറ്റ് ആയത്. ഇനി നിശ്ചിത വ്യാപ്തമുള്ളത് ആർക്കാണ്? ഖരത്തിന് മാത്രമാണ് നിശ്ചിത വ്യാപ്തമുള്ളത്. അതുപോലെ തന്നെ ഖരത്തിന് മാത്രമാണ് നിശ്ചിത ആകൃതിയും ഉള്ളത് എന്ന കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. അടുത്തത്
ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നു. എന്താണ്? ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നു. ഓക്കെ, ഇനി പദാർത്ഥങ്ങളുടെ വിവിധ അവസ്ഥകളിലെ കണികാ ക്രമീകരണമാണ് പറയുന്നത്. കണികകൾ തമ്മിൽ അകലം, അതായത് കണികകൾ തമ്മിൽ നിരന്തരം ചലിക്കുന്നു, കണികകൾ പരസ്പരം ആകർഷിക്കുന്നു. വിവിധ അവസ്ഥകളിൽ ഈ സവിശേഷതകൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതായത് ഏതൊരു പദാർത്ഥമാണെങ്കിലും അതിലെ കണികകൾ തമ്മിൽ അകലമുണ്ട്, കണികകൾ തമ്മിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അവർ പരസ്പരം ചലിക്കുന്നുണ്ട്, പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്, ഇനി കണികകൾ പരസ്പരം ആകർഷിക്കുന്നുമുണ്ട്. പക്ഷെ ഈ മൂന്ന് കാര്യങ്ങൾ പല അവസ്ഥകളിൽ വ്യത്യസ്തമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അത് നമുക്ക് നോക്കാം. ഇതാണ് ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും കണികകളുടെ ക്രമീകരണം ഒരുപോലെയാണോ? അല്ല. ഖരത്തിലെല്ലാം വളരെ സ്ട്രക്ചർഡ് ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷനിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ദ്രാവകമാണെങ്കിലോ അങ്ങനെയല്ല. ദ്രാവകത്തിൽ കുറച്ചും കൂടി എന്ത് സ്പേഷ്യസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് കറക്റ്റായിട്ടൊരു സ്ട്രക്ചർ ഇതിന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റായിട്ടൊരു സ്ട്രക്ചർ ഇല്ല, അതിങ്ങനെ സ്പേഷ്യസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാതകത്തിന് ഒട്ടുമില്ല. കണ്ടില്ലേ നിങ്ങൾ ആ കണികകൾ എത്രമാത്രം വിസ്താരത്തിലാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കണികകളുടെ ക്രമീകരണം തീരെ ഇല്ല വാതകത്തിൽ, എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടി കുറവാണ് ദ്രാവകത്തിന്. ഖരത്തിനാണ് ഏറ്റവും കൂടുതൽ കണികാ ക്രമീകരണം ഉള്ളത്. ഇവയിൽ ഏത് അവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ഖരത്തിലാണ് ഏറ്റവും കൂടുതൽ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്, ഖരത്തിലാണ്. ഇനി കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ ഏത് അവസ്ഥയിലാണ്? അത് വാതകാവസ്ഥയിലാണ് കണികകൾ ഏറ്റവും കൂടുതൽ വിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അകലം ഏറ്റവും കൂടുതലുള്ളത് വാതകാവസ്ഥയിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് അവസ്ഥാ പരിവർത്തനം, അതായത് ഓരോ അവസ്ഥകളിലും ചേഞ്ച് എങ്ങനെയാണ് വരുന്നത്. ഐസ് ചൂടാവുമ്പോൾ ജലമായി മാറുമെന്നും ജലം വീണ്ടും ചൂടാക്കിയാൽ തിളച്ച് നീരാവിയാകുമെന്നും നമുക്കറിയാം അല്ലേ. ഇതുപോലെ എല്ലാ അവസ്ഥകളിലുമുള്ള വസ്തുക്കളും അവസ്ഥാ പരിവർത്തനം നടക്കുമല്ലോ. അതെ, ഇപ്പൊ ചൂട് കൊടുക്കുമ്പോൾ, ഒരു ഖരത്തിന് നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ അതെന്തായി മാറുന്നു? അത് ദ്രാവകമായിട്ടാണ് മാറുന്നത്. ഖരത്തിന് ചൂട് കൊടുക്കുമ്പോൾ എന്തായി മാറുന്നു? ദ്രാവകമാവും. അതിന് പറയുന്ന പേരെന്താണ്? ദ്രവീകരണം. ഖരം ദ്രാവകമാകുന്നതിന് നമ്മൾ പറയുന്നത് എന്താ? ദ്രവീകരണം. ഇനി ദ്രാവകത്തിന് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത്, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അത് ഹീറ്റ് ആണ് കേട്ടോ. ദ്രാവകത്തിന് ഹീറ്റ് കൊടുക്കുമ്പോൾ അത് വാതകമാവും. എന്താ സംഭവിക്കുക അവിടെ? ബാഷ്പീകരണം അല്ലെങ്കിൽ തിളക്കൽ അല്ലെ, ബാഷ്പീകരണം. ഇനി വാതകം തിരിച്ച് ദ്രാവകമാകുമ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? അതിനെ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സാന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ട് അതൊരു പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയം നോക്കിക്കഴിഞ്ഞാൽ ആ അടപ്പിനകത്ത് വെള്ളത്തുള്ളികൾ കാണാൻ പറ്റും അല്ലേ. അതായത് ഈ ആവി അടപ്പിൽ തട്ടിയിട്ട് അതെന്ത് ചെയ്യാമാണ്? തിരിച്ച് ദ്രാവകമായിട്ട് മാറുക. അതിന് പറയുന്ന പേരാണ് തണുപ്പിക്കൽ അല്ലെങ്കിൽ സാന്ദ്രീകരണം. ഇനി ഈ ദ്രാവകം തിരിച്ച് തണുപ്പിക്കുമ്പോൾ എന്താവുന്നു? നല്ല ഓൺ ടെമ്പറേച്ചർ, നമ്മളൊരു -डिग्री ടെമ്പറേച്ചർ അല്ലെങ്കിൽ 0 ടെമ്പറേച്ചർ ഒക്കെ കൊടുക്കുന്ന സമയത്ത് അത് വീണ്ടും ഖരമായിട്ട് മാറുകയാണ്. വെള്ളത്തിന്റെ കേസാണെങ്കിൽ 0 എന്ത് ചെയ്യുന്നുണ്ട്? അത് ഖരമാവുന്നുണ്ട്. അതിനെ ഘനീഭവിക്കൽ എന്ന് പറയും, അല്ലെങ്കിൽ ഘനീകരണം എന്ന് തിരിച്ചു പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ചാർട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഖരം ചൂടാക്കിയാൽ ദ്രാവകവും, ദ്രാവകം ചൂടാക്കിയാൽ വാതകവും നമുക്കറിയാം. വാതകത്തിനെ തണുപ്പിച്ചാൽ അല്ലെങ്കിൽ വാതകത്തിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ദ്രാവകമാവുന്നു. ദ്രാവകത്തിൽ നിന്ന് ഹീറ്റ് വീണ്ടും റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അതിനെ തണുപ്പിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ദ്രാവകത്തിൽ നിന്ന് വീണ്ടും ഹീറ്റ് റിമൂവ് ചെയ്താൽ അത് ഖരമായിട്ട് മാറുന്നു. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഓരോ പ്രോസസ്സും അറിയാലോ, ഓരോ പ്രോസസ്സും എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഇവിടുത്തെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്താണ് ആ പോയിന്റ്? ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ അവസ്ഥാ പരിവർത്തനം വരാൻ കാരണം എന്താണ്? അവിടെ നമ്മളൊരു ഊർജ്ജം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് എന്ത് ആഗിരണം ചെയ്യുന്നുണ്ട്? ഒന്നുകിൽ താപം ആഗിരണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ താപം റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. താപം ആഗിരണം ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് താപം റിമൂവ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഈ ഊർജ്ജരൂപം ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഖരം ദ്രാവകമാകുന്നതിന് എന്താ പറയുക? ഖരം ദ്രാവകമാവുന്നതിന് എന്ത് പറയുന്നു? ദ്രവീകരണം എന്ന് പറയുന്നു. ദ്രാവകം വാതകമാവുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. വാതകം പ്ലാസ്മാവസ്ഥയിലേക്ക് മാറുന്നതിന് എന്താ പറയുക? നോക്കട്ടെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കട്ടെ. അതിനെ അയോണീകരണം എന്നാണ് പറയുന്നത്. എന്താണ് അയോണീകരണം? എന്താണ് അയോണീകരണം? ഒരു വാതകം എന്തിലേക്ക് മാറും? അത് പ്ലാസ്മ അവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അയോണീകരണം. എന്താണ്? വാതകം നേരിട്ട് പ്ലാസ്മ അവസ്ഥയിലേക്ക് മാറുന്നത്, നേരിട്ടല്ല, നമ്മൾ താപം കൊടുക്കുന്ന സമയത്ത്, ചൂട് കൊടുക്കുന്ന സമയത്ത് പ്ലാസ്മ അവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് അയോണീകരണം എന്ന് പറയുക. അപ്പോൾ 3 പ്രോസസ്സ് ഞാൻ പറഞ്ഞു. ദ്രവീകരണം പറഞ്ഞു, ബാഷ്പീകരണം പറഞ്ഞു, അയോണീകരണം പറഞ്ഞു. ദ്രവീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഖരം ദ്രാവകമാകുന്നത്. ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ദ്രാവകം വാതകമാകുന്നത്. അയോണീകരണം എന്ന് പറഞ്ഞാൽ എന്താ? വാതകം പ്ലാസ്മയാവുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പം ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, ഈ പ്ലാസ്മയെ നേരിട്ട് വാതകമാക്കുന്നതിന് പറയുന്നത് എന്താ പറയുക?
പ്ലാസ്മ അവസ്ഥയെ നമ്മൾ വാതകമാക്കുന്നതിന് പറയുന്ന പേരാണ് പുനഃസംയോജനം. എന്താണ്? പുനഃസംയോജനം. ഇത് തിരിച്ചാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? പുനഃസംയോജനം. എന്താണ്? പുനഃസംയോജനം. പുനഃസംയോജനം. മറക്കല്ലേ? പ്ലാസ്മ അവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് മാറ്റുന്നതിന് പുനഃസംയോജനം എന്നാണ് പറയുന്നത്. ഇനി വാതകത്തിന് ദ്രാവകമാക്കുന്നതിന് നമ്മൾ സാന്ദ്രീകരണം, തണുപ്പിക്കൽ, സാന്ദ്രീകരണം എന്ന് പറയുന്നു. വാതകത്തിനെ ദ്രാവകമാക്കുന്നതിനെ നമ്മൾ എന്താ പറയുക? സാന്ദ്രീകരണം എന്ന് പറയുന്നു. ഇനി ദ്രാവകത്തെ വീണ്ടും ഖരമാക്കുന്നതിന് ശീതീകരണം അല്ലെങ്കിൽ ഘനീഭവിക്കൽ എന്ന് പറയുന്നു. ശീതീകരണം അല്ലെങ്കിൽ ഘനീഭവിക്കൽ എന്ന് പറയുന്നു. അപ്പം അത്രയും കാര്യങ്ങൾ കറക്റ്റാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പം ഒരു വാതകത്തിനെ പ്ലാസ്മാവസ്ഥയിലേക്ക് മാറ്റുന്നത് അയോണീകരണമാണ്. പ്ലാസ്മാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറ്റുന്നത് പുനഃസംയോജനമാണെന്നുള്ളത് മറക്കാതെ ഓർത്തു വെക്കുക. ഓക്കെ. ഇനി ഒരു ഖരാവസ്ഥ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്നതിന്, അതായത് അവിടെ ദ്രാവകാവസ്ഥ സ്കിപ്പ് ചെയ്ത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്നതിനാണ് ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയാം. അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഇത്. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഒരു ഖരം നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്നതിനെ, അതായത് ലിക്വിഡ് എന്നുള്ള ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്ത് വാതകാവുന്നതിന് എന്താ പറയുക? ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. താപ ആഗിരണം ചെയ്യുമ്പോൾ ആ പദാർത്ഥത്തിനകത്തുള്ള കണികകൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്? കണികയുടെ ഊർജ്ജം എന്താ ചെയ്യുക? കണികയുടെ ഊർജ്ജം കൂടും. കണികകൾ തമ്മിലുള്ള അകലം കൂടും. ഊർജ്ജം കൂടിയാൽ അതിന് മോഷനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ ഊർജ്ജം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ചലിക്കും. അപ്പോൾ ചലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തമ്മിലുള്ള അകലം കൂടും. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുകയാണ് ചെയ്യുക. നിങ്ങൾ നോക്കൂ, ഇവിടെ ഖരത്തിൽ എത്രമാത്രം അടുക്കിയിട്ടാണ് പദാർത്ഥങ്ങൾ വെച്ചിട്ടുള്ളത്. ഇനി അവർ തമ്മിലുള്ള അകലം കൂടും. എങ്ങനെയാ? ഊർജ്ജം കൂടുമ്പോൾ അവർ ചലിക്കാൻ തുടങ്ങുമ്പോൾ അവർ തമ്മിലുള്ള അകലം കൂടും. നോക്കൂ, ഇപ്പോൾ ഓരോന്നും തമ്മിലുള്ള അകലം നോക്കൂ. അപ്പോൾ അകലം കൂടുതലാണ്. അകലം കൂടുന്തോറും ആകർഷണം എന്ത് ചെയ്യും? ആകർഷണം കുറയുകയാണ് ചെയ്യുക. കണികകളുടെ ചലനം എന്ത് ചെയ്യും? കൂടും. കണികകൾ കൂടുതൽ സ്വതന്ത്രാവസ്ഥയിലായിരിക്കും. ഇതിലൊരു കണികയ്ക്ക് ചലിക്കാൻ പറ്റുമോ? സ്വതന്ത്രമായി ചലിക്കാൻ പറ്റുമോ? ഖരത്തിൽ പറ്റില്ല. അത് ഏറ്റവും കൂടുതൽ പറ്റുന്നത് എവിടെയാണ്? അത് വാതകത്തിലാണ് പറ്റുന്നത്. അടുത്തത് കാര്യം നോക്കാം. കുറച്ച് ചേഞ്ചുകളാണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് ചേഞ്ചുകൾ വരുന്നതെന്ന് നോക്കാം. താപം നൽകിയാണല്ലോ ഖരത്തെ ദ്രാവകത്തെ വാതകമായും മാറ്റിയത്. എങ്കിൽ വാതകത്തിലെ കണികകൾക്കായിരിക്കില്ലേ മറ്റു രണ്ടവസ്ഥയിലേക്കാൾ ഊർജ്ജം കൂടുതൽ? ശരിയാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത് എവിടെയാണ്? വാതകാവസ്ഥയിലാണ്. അവിടുത്തെ കണികകൾക്കായിരിക്കും ഊർജ്ജം കൂടുതൽ. ഖരപദാർത്ഥത്തിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. ദ്രാവകാവസ്ഥയിൽ കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഖരാവസ്ഥയിലേതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കണികകൾ ചലിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2. വാതകാവസ്ഥയിൽ കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നു. കണികകളുടെ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3. താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നു. താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നില്ല എന്ന് നാലാമതൊരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നവയിൽ ശരിയായവയേവ ശരിയല്ലാത്തതേവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മൾ തോന്നും, നമ്മളെ മനസ്സ് നമ്മളോട് പറയും, ഇതൊക്കെ കറക്റ്റാണ്, ആദ്യത്തെ 3 ശരിയാണ്, നാലാമത്തേൽ അവരങ്ങനെ ഒന്നും ഒപ്പിക്കാൻ വഴിയില്ലെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചെയ്യരുത്. വളരെ ക്ലിയർ ആയിട്ട് ഓരോന്നും വായിച്ചു നോക്കുക. നമ്മളെ കൊടുക്കാനുള്ള ട്രാപ്പുകൾ ഓരോ ക്വസ്റ്റ്യനിലും ഒളിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളതിൽ വീഴരുത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു. എന്നാലും പറയാം. ഖരാവസ്ഥയിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം കുറവാണ്. ദ്രാവകാവസ്ഥയിൽ കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഖരാവസ്ഥയിലേതിനേക്കാളും കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി കണികകൾ ചലിക്കുന്നു. വാതകാവസ്ഥയിൽ കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നു. ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നു. ഇത് വളരെ വൃത്തിയായിട്ട് ഓർത്തു വെച്ചേക്കണം. എല്ലാ അവസ്ഥയിലും താപം നൽകുമ്പോൾ കണികകളുടെ ഊർജ്ജവും ചലനവും കൂടുകയും കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുകയും ചെയ്യുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ദ്രാവകത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. ദ്രാവകമല്ല, ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ഖരം, ദ്രാവകം, വാതകം. ഓക്കെ, ഖരത്തിന് നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ദ്രാവകമായിട്ട് മാറുന്നു. ആ പ്രക്രിയയെ ദ്രവീകരണം എന്ന് പറയുന്നു. ദ്രാവകത്തിന് ചൂട് കൊടുക്കുമ്പോൾ വാതകമായിട്ട് മാറുന്നു. ആ പ്രക്രിയയെ വാതകത്തിൽ നിന്ന് ചൂട് റിമൂവ് ചെയ്യുമ്പോൾ അത് ഖരമായിട്ട് മാറുന്നു. അതിനെ ഘനീഭവിക്കൽ എന്ന് പറയുന്നു. എന്നാൽ ഖരം നേരിട്ട് വാതകമാകുന്നതിന് ഉത്പാദനം എന്നാണ് പറയുന്നത്. ഇനി ദ്രാവകത്തിൽ നിന്ന് ചൂട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഖരമായിട്ട് മാറുന്നു. അതിനെയും ഘനീഭവിക്കൽ എന്നാണ് പറയുന്നത്. ഇനി ഒരു വാതകം നേരിട്ട് ലിക്വിഡ് ആവുന്നതിനെ സാന്ദ്രീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ താഴെ ചൂട് ഇത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? കണികകളുടെ ചലനം. നിങ്ങൾ പറ, ഇതിൽ ഏത് അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് കണികകളുടെ ചലനത്തിന് എന്തൊക്കെ മാറ്റം വരുന്നത്? ഖരം ദ്രാവകം ആവുമ്പോൾ കണികകളുടെ ചലനം എന്ത് ചെയ്യും? ചലനം കൂടും. കണികകൾ തമ്മിലുള്ള അകലം കൂടും. കണികകൾ തമ്മിലുള്ള ആകർഷണം എന്ത് ചെയ്യും? ആകർഷണം
കുറയും, കണികകളുടെ ഊർജം കൂടും. കണികകൾ തമ്മിലുള്ള ചലനം കൂടുന്നു, അകലം കൂടുന്നു, ആകർഷണം കുറയുന്നു, കണികകളുടെ ഊർജം കൂടുന്നു. ഇനി ദ്രാവകം വാതകമാകുമ്പോഴും ഇതുപോലെ തന്നെ കണികകളുടെ ചലനം കൂടുന്നു, അകലം കൂടുന്നു, കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, ഊർജം കൂടുന്നു. ഇനി ഒരു വാതകം ദ്രാവകമാകുമ്പോൾ കണികകളുടെ ചലനം കുറയുകയാണ് ചെയ്യുക, തമ്മിലുള്ള അകലം കുറയും, തമ്മിലുള്ള ആകർഷണം കൂടും. അവിടെ ആകർഷണം കൂടും, കണികകളുടെ ഊർജം കുറയുന്നു. ഇനി ഖരം വാതകമാകുമ്പോഴോ കണികകളുടെ ചലനം കൂടുന്നു, അകലം കൂടുന്നു, ആകർഷണം കുറയുന്നു, കണികകളുടെ ഊർജം കൂടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടുന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളൊരു എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് തന്നെ എന്ത് ചെയ്യും, ഒക്കെ തിരിച്ചു കളയും. ഓക്കെ, ഇനി വിവിധ അവസ്ഥകളിലെ പദാർത്ഥങ്ങളുടെ വ്യാപനത്തിനെ പറ്റി അല്ലെങ്കിൽ ഡിഫ്യൂഷനെ പറ്റിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ. ഈ പേര് നിർബന്ധമായിട്ട് ഓർത്തു വയ്ക്കുക. നമുക്ക് നാഫ്തലീനും അതുപോലെ തന്നെ ക്യാഫറൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷേ ഈ അയഡിനെ നമ്മൾ മറന്നു കളയും. ഈ അയഡിൻ ഓർത്ത് വെച്ചേക്കണേ. ചൂടാകുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ. അയഡിൻ്റെ ഏതാനും ക്രിസ്റ്റലുകൾ ഒരു വാച്ച് ഗ്ലാസ്സിലെടുത്ത് ചൂടാക്കുക. അത് നമുക്ക് വേണ്ട, ഇത് മാത്രം ഓർത്തു വയ്ക്കുക. എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ എന്നുള്ളത് എന്ത് ചെയ്യുക, ആദ്യം ഓർത്തു വയ്ക്കുക. നമുക്ക് എവിടേക്ക് വരാം? ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ വ്യാപനം എന്ന് പറയുന്നു. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെയാണ് വ്യാപനം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചെറിയൊരു സ്മെല്ല്, ചന്ദനത്തിരിയുടെ ഗന്ധം, സ്പ്രേയുടെ ഗന്ധം, അതൊക്കെ നമ്മൾ എയറിൽ വ്യാപിക്കില്ലേ, അതിനെയാണ് വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളത്. എന്താണ് ശുദ്ധപദാർത്ഥം, എന്താണ് മിശ്രിതം എന്ന് നോക്കാം. ഓക്കെ, നാം നിത്യജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന ഓരോ വസ്തുവും അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. കണികകളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ രണ്ടായി തിരിക്കും. കണികകളുടെ എന്തിന്റെ സ്വഭാവത്തിലാ? പറ കണികകളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ശുദ്ധപദാർത്ഥം, ഒന്ന് മിശ്രിതങ്ങൾ. എന്താണ് ശുദ്ധപദാർത്ഥം, എന്താണ് മിശ്രിതങ്ങൾ? ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുന്നു. ഒരേ സ്വഭാവമുള്ള കണികകളാണ് ശുദ്ധപദാർത്ഥത്തിൽ ഉണ്ടാവുള്ളൂ. വ്യത്യസ്ത കണികകളില്ല, വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളില്ല. ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. ഉപ്പുവെള്ളത്തിൽ ഉപ്പിന്റെ സ്വഭാവമുള്ള കണികകളും ജലത്തിന്റെ സ്വഭാവമുള്ള കണികകളും കാണുമല്ലോ. ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിശ്രിതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉപ്പാണ്, വെറും ഉപ്പ്, പഞ്ചസാര, സ്വർണം, വെള്ളി എന്നിവയാണെങ്കിൽ അത് ശുദ്ധപദാർത്ഥമാണ്. എന്നാൽ ഉപ്പ്, വെള്ളം, സോഡ വാട്ടർ, മണ്ണ് എന്നിങ്ങനെ പറഞ്ഞാൽ അതിൽ വ്യത്യസ്ത സ്വഭാവമുള്ള പദാർത്ഥങ്ങൾ കലർന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മിശ്രിതങ്ങൾ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഈ താഴെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ തന്നെ പറ. സ്വർണം ശുദ്ധപദാർത്ഥമാണ്. സോഡ വെള്ളം ശുദ്ധപദാർത്ഥമാണോ മിശ്രിതമാണോ? അത് മിശ്രിതമാണ്. മണ്ണ് മിശ്രിതമാണ്. ജലം ശുദ്ധപദാർത്ഥമാണ്. ഐസ് ശുദ്ധപദാർത്ഥമാണ്. നീരാവി ശുദ്ധപദാർത്ഥമാണ്. നീരാവിയിൽ വെള്ളം H2O മാത്രമേ ഉള്ളൂ അല്ലേ, അത് ശുദ്ധപദാർത്ഥമാണ്. പഞ്ചസാര ശുദ്ധപദാർത്ഥമാണ്. ഉപ്പ് ശുദ്ധപദാർത്ഥമാണ്. കാർബൺ ഡൈ ഓക്സൈഡും ശുദ്ധപദാർത്ഥമാണ്. എന്നാൽ പഞ്ചസാര ലായനിയും ഉപ്പു ലായനിയും എന്താണ്? അത് മിശ്രിതമാണ്. പഞ്ചസാര ലായനിയിൽ പഞ്ചസാരയുടെ കണികകളും ഉണ്ട്, വെള്ളത്തിന്റെ കണികകളും ഉണ്ട്. അതുപോലെ തന്നെ ഉപ്പു ലായനിയിൽ NaCl ഉണ്ട്, വാട്ടറും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത് രണ്ടും മിശ്രിതങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. മേ ബി അതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ പോയിന്റ് ആയിട്ടോ തരാവുന്നതേ ഉള്ളൂ. ഇനി മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കാം. ഒന്നിൽ കൂടുതൽ പദാർത്ഥങ്ങൾ ചേർന്നാണ് മിശ്രിതങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഓരോ മിശ്രിതവും നമുക്ക് എങ്ങനെ വേർതിരിച്ചെടുക്കാം എന്നാണ് അടുത്തത് ചോദിക്കുന്നത്. ഈ ചായയിൽ നിന്ന് ചായച്ചണ്ടി നമ്മൾ എങ്ങനെയാണ് അരിപ്പ വെച്ചിട്ടാണ് വീട്ടിൽ വേർതിരിക്കുന്നത് അല്ലേ. അതിനെ അരിക്കൽ എന്ന് പറയും. ഈ അരിക്കൽ എങ്ങനെയാണ് നടക്കുന്നത്? കണികകളുടെ വലിപ്പ വ്യത്യാസം, അതായത് വെള്ളത്തിൻ്റെയും ചായയുടെ ചണ്ടിയും നമ്മൾ ഒന്ന് ഖരമാണ്, ഒന്ന് ദ്രാവകമാണ്. അത് എങ്ങനെയാണ് നമ്മൾ അരിച്ചെടുക്കുക? കണികകളുടെ വലിപ്പ വ്യത്യാസം മൂലമാണ് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഇനി കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് നമ്മൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാം? അതിനെ ബാഷ്പീകരണം വഴിയാണ്. കടൽ വെള്ളത്തിനെ ചൂടാക്കി അതിനകത്തു നിന്നുള്ള വെള്ളത്തെ നമ്മൾ ബാഷ്പീകരിച്ചിട്ട് ഉപ്പെടുക്കുകയാണ് ചെയ്യുക. അതിനെ നമ്മൾ എന്താ വേർതിരിക്കുന്ന രീതിക്ക് പറയാം? ബാഷ്പീകരണം എന്നാണ് പറയുക. എന്താ ബാഷ്പീകരണം ആവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകത എന്താ? ഒന്ന് ബാഷ്പം, അതിൻ്റെ തിളനിലയിലുള്ള വ്യത്യാസമാണ് ബാഷ്പീകരണം. ഇനി നെല്ലും പതിരും വേർതിരിക്കുക എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കുന്നത് അത് കാറ്റ് വെച്ചിട്ടാണ്. അതിൻ്റെ ഭാരത്തിനെ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് നെല്ലും പതിരും വേർതിരിക്കുന്നത്. വിനോയിങ് എന്ന് പറയും നമ്മളതിനെ.
ഓക്കെ, നമ്മളിങ്ങനെ പണ്ടൊരു ഇതെടുത്തിട്ട് ഒരു മുറം അല്ലെങ്കിൽ ഒരു ഓലയൊക്കെ എടുത്ത് വീശുന്നത് ഓർമ്മയില്ലേ, നെല്ലും പതിരും വേർതിരിക്കാൻ. അതിൽ നിന്ന് പതിര് മാത്രമല്ല അതിൻ്റെ മാലിന്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നത് കാറ്റ് വെച്ചിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അലൂമിനിയം പൊടിയും ഇരുമ്പ് പൊടിയും കലർന്ന മിശ്രിതത്തിൽ നിന്ന് ഇരുമ്പിനെ എങ്ങനെ വേർതിരിക്കുക? അത് ഇരുമ്പിന് കാന്തിക സ്വഭാവമാണ് അല്ലേ. അപ്പോൾ കാന്തികത വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അലൂമിനിയം പൊടിക്ക് കാന്തികതയില്ല, ഇരുമ്പിന് കാന്തികതയുണ്ട്. അങ്ങനെ ഇരുമ്പിനെ മാത്രമായിട്ട് ഇരുമ്പ് പൊടിയെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ പട്ടിക ഓർത്തു വയ്ക്കാം. ഇനി മിശ്രിതത്തിൽ അടങ്ങിയ ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ ഇത്രയും എന്ത് ചെയ്തിട്ടുള്ളത്? സെപ്പറേഷൻ രീതികൾ നമ്മൾ ഓരോന്നിനും ഓരോന്നായിട്ട് ചൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഉപ്പും വെള്ളവുമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അവിടെ അരിപ്പ് കൊണ്ടുവച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് ഏതിനനുസരിച്ച്? ഒരു മിശ്രിതത്തിൽ അടങ്ങിയിട്ടുള്ള ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാഷ്പീകരണം വഴിയാണെന്നതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് സ്വേദനം? എവിടെയാണ് നമ്മൾ സ്വേദനം യൂസ് ചെയ്യുക? ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനൊപ്പം ജലവും വേർതിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ ഏത് മാർഗം സ്വീകരിക്കണം? അവിടെ നമ്മൾ സ്വീകരിക്കുന്നതാണ് സ്വേദനം. എന്താണ് സ്വേദനം? എങ്ങനെ സ്വേദനം ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ. ഈ തിളച്ച വെള്ളം ബാഷ്പീകരിച്ചിട്ട് നീരാവിയായിട്ട് ആ കണ്ടൻസറിലേക്ക് വരുന്നു. ഈ കണ്ടൻസറിനകത്ത് അല്ലെങ്കിൽ കണ്ടൻസറിന് പുറത്തുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജലം അകത്ത് ഒരു സർക്കുലേഷൻ, ജലത്തിൻ്റെ ഒരു സർക്കുലേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ അതിനെ തണുപ്പിക്കാൻ വേണ്ടി. കാരണം ചൂടായിട്ടുള്ള ബാഷ്പമാണ്, ചൂടായിട്ടുള്ള വേപ്പറാണ് ഇത് കൂടെ വരുന്നത്. അപ്പോൾ അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസറിൽ കൂടെ ജലം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ട്യൂബിന് പുറത്തു കൂടെ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബാഷ്പീകരിക്കപ്പെടുന്ന ഈ സാധനം അല്ലെങ്കിൽ ഈ നമ്മുടെ വെള്ളം ബാഷ്പമായിട്ട് ഈ വഴി വരുമ്പോൾ അതെന്ത് ചെയ്യും? അത് ഈ തണുപ്പ്, അതായത് അതിൻ്റെ താപം എന്ത് ചെയ്യും? ഇതിന് കൊടുക്കും. ഈ കണ്ടൻസറിൽ ചുറ്റുമുള്ള വെള്ളത്തിൽ എന്ത് ചെയ്യും? ഈ താപം കൊടുക്കും. എന്ന് പറഞ്ഞാൽ ആ വാതകത്തിൽ നിന്ന് താപം റിമൂവ് ആവും. ഈ കണ്ടൻസറിന് പുറത്തു കൂടെ വരുന്ന ഈ ജലം അകത്തേക്ക്, ഈ ജലം പുറത്തേക്ക് എന്ന് പറയുന്നില്ലേ, ഈ കണ്ടൻസറിലൂടെ പോകുന്ന അല്ലെങ്കിൽ ഈ കണ്ടൻസർ കുഴലിന് പുറത്തുകൂടെ പോകുന്ന വെള്ളം എന്ത് ചെയ്യും? ഈ വരുന്ന തിളച്ചിട്ടുള്ള നീരാവിയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഈ വാതകത്തിൽ നിന്ന് ഹീറ്റ് പുറത്താവുകയാണല്ലോ ചെയ്യുക, അല്ലെങ്കിൽ ഹീറ്റ് റിമൂവ് ആവുകയാണല്ലോ ചെയ്യുക. വാതകത്തിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? നമ്മൾ നേരത്തെ ആ ട്രാൻസ്മിഷൻ പഠിച്ചു. എന്താ അതിന് പറയുക? അത് വെള്ളമായിട്ട് മാറും. അതായത് ഹോട്ടായിട്ടുള്ള ഒരു വാതകത്തിൽ നിന്ന് നമ്മൾ ഹീറ്റിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ തണുപ്പിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? അതിനെ ദ്രാവകാവസ്ഥയിലാണ് കിട്ടുക. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് തന്നെ ഇവിടെ നടക്കുന്നുള്ളൂ. ഉപ്പുവെള്ളം എടുത്തു, ഉപ്പുവെള്ളത്തിനെ ചൂടാക്കി ഉപ്പുവെള്ളത്തിൽ നിന്ന് വെള്ളം എന്ത് ചെയ്തു? നീരാവി ആയിട്ട് മുകളിലേക്ക് പോയി. ആ നീരാവിയെ നമ്മൾ തണുപ്പിച്ചാൽ നമുക്ക് എന്തായിട്ട് കിട്ടും? ശുദ്ധജലമായിട്ട് കിട്ടും. ഇതാണ് എന്ത്? സ്വേദനം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ സ്വേദനം എന്ന പ്രക്രിയയിലൂടെ അവയെ വേർതിരിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. ഒരു മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും, ഇവിടെ ഏതാണ് ബാഷ്പീകരണശീലമുള്ളത്? ഇവിടെ വെള്ളത്തിനാണ് ബാഷ്പീകരണശീലമുള്ളത്. അപ്പോൾ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ സ്വേദനം എന്ന പ്രക്രിയയിലൂടെ അവയെ വേർതിരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓർമ്മിക്കുക. ഓക്കെ, അടുത്തത്, തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവയെ വേർതിരിക്കാനും സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗിക്കാവുന്നതാണ്. എന്താ പറഞ്ഞത്? തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ, അതായത് രണ്ട് ദ്രാവകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മിശ്രിതം ഈ ബീക്കറിൽ എടുക്കാമെന്ന് വിചാരിക്കുക. രണ്ട് ദ്രാവകങ്ങളാണ്, തമ്മിൽ കലരുന്നതാണ്. അവ ഇതിനകത്തുണ്ട്, എയും ബിയും ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിന് നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് ആ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ, ഒന്ന് 50 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ എന്ത് ചെയ്യും? ബാഷ്പമാവും. ഒന്ന് 100 ഡിഗ്രി സെൽഷ്യസിലെ ബാഷ്പമാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ആദ്യം 50 ഡിഗ്രി സെൽഷ്യസിലുള്ളത് എങ്ങോട്ട് പോകും? മുകളിലേക്ക് പോകും. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിലുള്ളത് അവിടെ തന്നെ നിൽക്കും. ഈ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ തിളനിലയാണ്. അത് തിളച്ച് ബാഷ്പമായിട്ട് പോകാൻ പറ്റുന്ന തിളനില എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ രണ്ടിനും അത്യാവശ്യം നല്ല രീതിയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാനും സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗിക്കാവുന്നതാണ്. ഇത് മനസ്സിൽ ഓർത്തു വെക്കണം കേട്ടോ. അടുത്തത് പറയാനുള്ളത്, ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ജലവും അതുപോലെ അസറ്റോണുമാണ് അവരെടുത്തിട്ടുള്ള എക്സാമ്പിൾ. എന്താ പറഞ്ഞിട്ടുള്ളത്? ജലം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അസറ്റോൺ തിളയ്ക്കുന്നതോ 56 ഡിഗ്രി സെൽഷ്യസിലാണ് അസറ്റോൺ തിളയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഇതിൽ ആദ്യം ബാഷ്പമായിട്ട് പോകുന്നത് ഏതായിരിക്കും?
ആദ്യം ബാഷ്പമായിട്ട് പോകുന്നത് അസറ്റോൺ ആയിരിക്കും. കാരണം ആദ്യത്തെ 56°C അല്ലേ, അതിന് ശേഷമല്ലേ 100°C എത്തുള്ളൂ. അപ്പോൾ അസറ്റോൺ ആദ്യം ബാഷ്പമായിട്ട് പോകും, എന്നിട്ടേ ആര് വരുള്ളൂ, ജലം വരുള്ളൂ. അപ്പോൾ ആദ്യം വേപ്പർ ചെയ്ത് പോകുന്നത് നമുക്ക് ആദ്യം ഒരു സെപ്പറേറ്റ് ഫ്ലാസ്കിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അസറ്റോണിനെ നമുക്ക് ആദ്യം കിട്ടും. എന്നിട്ട് ആ ഫ്ലാസ്ക് മാറ്റി നമ്മൾ വേറൊരു ഫ്ലാസ്ക് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ വാട്ടറും കിട്ടും. ഓക്കെ, സാധാരണ ലഭ്യമായ ജലത്തിൽ പല ലവണങ്ങളും ചേർന്നിരിക്കും. നമുക്ക് എവിടെ നിന്നൊക്കെയാണോ നമ്മൾ വാട്ടർ അവൈലബിൾ ആവുന്നത്, ഈ പൈപ്പിൽ കൂടെയൊക്കെ വരുന്ന വെള്ളത്തിൽ പല ലവണങ്ങളും ചേർന്നിരിക്കും. അവയെ സ്വേദനം വഴി നീക്കം ചെയ്താണ് കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും മറ്റും ഉപയോഗിക്കാവുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത്. ഈ പോയിന്റ് ഓർത്ത് വെക്കണം കേട്ടോ. 100% ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കുന്നത്, ഏത് പ്രക്രിയയിലൂടെയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ രൂപപ്പെടുന്നത്, ഏതാ, സ്വേദനം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്റ്റിലേഷൻ, സ്വേദനം വഴിയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത്. ഇനി അംശിക സ്വേദനം എന്ന് പറഞ്ഞാൽ എന്താണ്? അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ത് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഏത് കാര്യം കൊണ്ടാണ്, നമുക്ക് ഓൾറെഡി ഒരു സ്വേദനം ഉണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല, നമ്മൾ എന്തുകൊണ്ട് അംശിക സ്വേദനത്തിലേക്ക് പോകുന്നു, അതാണ് പറയാൻ പോകുന്നത്. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ, അതായത് ചെറിയൊരു അംശം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ഫ്രാക്ഷൻ, ആ ഒരു ചെറിയ അംശത്തിൻ്റെ വ്യത്യാസമേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, അംശിക സ്വേദനം ഉപയോഗിക്കും. ഒരു എക്സാമ്പിൾ അവർ പറയുന്നത് എത്തനോളും മെത്തനോളും. എത്തനോളിൻ്റെ തിളനില 78°C ആണ്, മെത്തനോളിൻ്റെ തിളനില 65°C ആണ്. ഇവ പരസ്പരം കലരുന്ന ദ്രാവകങ്ങളാണ്. അതുകൊണ്ടാണ് കലരുന്ന ദ്രാവകങ്ങളാണ്. ഇവയുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവയടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കുന്നത് അംശിക സ്വേദനത്തിലൂടെയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനം ഏതൊക്കെ എക്സാമ്പിൾ പറഞ്ഞേ? ജലവും അസറ്റോണും. മറക്കോ? ജലവും അസറ്റോണുമാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, സ്വേദനം പറഞ്ഞിട്ടുള്ളത്. ഇനി അംശിക സ്വേദനത്തിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, എത്തനോളും മെത്തനോളും. എത്തനോളിന്റെ തിളനില 78 ആണ്, മെത്തനോളിന്റെ 65 ആണ്. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്, അംശിക സ്വേദനത്തിലൂടെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത്, മിശ്രിതത്തിന്റെ ബാഷ്പം ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ ആവർത്തിച്ചുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കുന്നു. ഇതേ തുടർന്ന് തിളനില കുറഞ്ഞ മെഥനോൾ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്ത് നിന്ന് ആദ്യം ബാഷ്പരൂപത്തിൽ കണ്ടൻസറിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് തണുത്ത് ദ്രാവകമായി ചൂടുരുണ്ട ഫ്ലാസ്കിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. തിളനില അല്പം കൂടിയ എഥനോൾ പിന്നീട് ഇതേപോലെ മറ്റൊരു ഫ്ലാസ്കിൽ ശേഖരിക്കാവുന്നതാണ്. ഇതാണ് അംശിക സ്വേദനത്തിന്റെ ഫിഗർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മിക്സ്ചർ ഇവിടെ എടുക്കുന്നു, ആ മിക്സ്ചറിനെ ഹീറ്റ് ചെയ്യുന്നു. തിളനില കുറഞ്ഞത് ആദ്യം എന്ത് ചെയ്യും, തമ്മിൽ ഏതാണോ തിളനില കുറവുള്ളത്, അതായത് മെത്തനോൾ ആദ്യം വേപ്പർ ആവും, അതിനെ കണ്ടൻസറിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നമുക്ക് മെത്തനോൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് എത്തനോൾ എന്ത് ചെയ്യുള്ളൂ, ബാഷ്പമായിട്ട് മാറുള്ളൂ. അപ്പം മെത്തനോളിൻ്റെ ഈ ഫ്ലാസ്ക് മാറ്റിയിട്ട് നമുക്ക് എത്തനോളിന് വേണ്ടിയിട്ട് വേറൊരു ഫ്ലാസ്ക് വെച്ചാൽ മതിയാവും. ഇനി ക്രൂഡ് ഓയിൽ നമ്മൾ എങ്ങനെയാണ് അംശിക സ്വേദനം നടത്തുക, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൽ എന്താ നടക്കുന്നത്, അംശിക സ്വേദനമാണ് നടക്കുന്നത്. ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിൽ തിളനിലയിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്. ഇതിൽ നിന്ന് അംശിക സ്വേദനം വഴിയാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത്. എന്താ പറഞ്ഞത്, ഇതിൽ നിന്ന് അംശിക സ്വേദനം വഴിയാണ് എന്തൊക്കെ, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, മണ്ണെണ്ണയുണ്ട്, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത്. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ കണ്ടു, ക്രൂഡ് ഓയിലിൻ്റെ ഫർണസ് ഉണ്ട്, ചൂടാക്കുന്നു. ആ ചൂടാക്കുമ്പോൾ ക്രൂഡ് ഓയിൽ പോയിട്ട് ചൂടായിട്ട് ബാഷ്പമാവുന്നതാണ്. ആ ബ്ലൂ ആകുമ്പോഴത്തേക്ക് ഹീറ്റ് കുറഞ്ഞ ഏരിയ ആണ്. ആദ്യം പെട്രോൾ സെപ്പറേറ്റ് ആവുന്നു, മണ്ണെണ്ണ സെപ്പറേറ്റ് ആവുന്നു, ഹെവി ഓയിൽ ദെൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത്രയാണ് അവിടെ പറയാനുള്ളത്. ഇനി ഒരു സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വേർതിരിക്കലാണ് അടുത്തത് പറയുന്നത്. ഒരു കുപ്പിയിൽ കാൽഭാഗത്തോളം മണ്ണെണ്ണ എടുക്കുക, കുപ്പിയിലേക്ക് അത്ര തന്നെ ജലം ഒഴിച്ച് നന്നായിട്ട് കുലുക്കുക. എന്താ സംഭവിക്കുന്നത്, ഇത്തരത്തിൽ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ, ഇത്ര സമയം നമ്മൾ പറഞ്ഞത് പരസ്പരം കലരുന്നതാണ്, സ്വേദനമാണെങ്കിലും അതുപോലെ തന്നെ അംശിക സ്വേദനമാണെങ്കിലും പരസ്പരം കലരും, അവിടെ ദ്രാവകങ്ങൾ പരസ്പരം കലരും. ഇത്തരത്തിൽ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളുടെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. എന്താണ് സെപ്പറേറ്റിംഗ് ഫണൽ? അതായത് ഒരു സെപ്പറേറ്റിംഗ് ഫണൽ വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ദ്രാവകം ഇറ്റിറ്റ് വീഴുമ്പോൾ ഓരോ ലെയർ സെപ്പറേറ്റ് ചെയ്ത് വരും. അത്രയേ ഉള്ളൂ സെപ്പറേറ്റിംഗ്. ഓക്കെ, ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം കലരില്ല, പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ മാത്രമാണ് നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ വെച്ച് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള ഉത്പാദനം എന്താണ്, സബ്ലിമേഷൻ. അപ്പോൾ ഐഡിയ നമ്മൾ പറഞ്ഞു, അതായത് ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയ്ക്ക് ഉത്പാദനം എന്ന് പറയുന്നു. ഇത്
ഉത്പാദന സ്വഭാവമുള്ള ഘടകങ്ങളെ മിശ്രിതങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ ഈ രീതി ഉപയോഗിക്കാം. അതായത് ഏതെങ്കിലും ഒരു ഉത്പാദന ഘടകം അല്ലെങ്കിൽ ഉത്പാദനം സംഭവിക്കുന്ന ഘടകം വേറൊരു ഘടകവുമായിട്ട് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ആ പദാർത്ഥങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സബ്ലിമേഷൻ രീതി യൂസ് ചെയ്യും. ഇപ്പോൾ അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന ക്രമീകരണമാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അമോണിയം ക്ലോറൈഡ് എന്ത് ചെയ്യും? ഉത്പാദനമായിട്ട് പോകും അല്ലേ? മണ്ണ് നമുക്ക് ബാക്കി അവിടെ തന്നെ കിട്ടും. മണ്ണ് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അപ്പം തന്നെ അത് വാതകമായിട്ട് പോവോ? ഇല്ല. അപ്പോൾ അമോണിയം ക്ലോറൈഡ് അവിടെ എന്തായിട്ട് പോകും? വാതകമായിട്ട് പോകും. ഇനി സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ലാബുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകും, +1 +2 ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? കണികകളുടെ ഭാര വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നത്. കണികകളുടെ ഭാര വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള ഒരു മാർഗമാണിത്. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനും ഈ മാർഗം ഉപയോഗിക്കുന്നു. 2 ആപ്ലിക്കേഷനാണ് പറഞ്ഞത്. ഒന്ന്, രക്തലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ നമ്മൾ സെൻട്രിഫ്യൂഗേഷനാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ രാസപരീക്ഷണശാലകളിൽ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെൻട്രിഫ്യൂഗേഷൻ നടത്തും. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവക്ഷിപ്തം, താഴെ രൂപപ്പെടുന്ന വെള്ള കളറിൽ കറുത്ത കളറിലൊക്കെ അവക്ഷിപ്തങ്ങളാണ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സാമ്പിൾ അടങ്ങിയ ദ്രാവകം ടെസ്റ്റ് ട്യൂബുകളിലെടുത്ത് ഉപകരണത്തിൽ വെച്ച് ഒരു കേന്ദ്രമാധാരകമാക്കി കറക്കുന്നു. അപ്പോൾ ഭാരം കൂടിയ കണികകൾ കേന്ദ്രത്തിൽ നിന്ന് അകന്നും ഭാരം കുറഞ്ഞവ കേന്ദ്രത്തിന് അടുത്തായും വേർതിരിയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്, ശ്രദ്ധിക്കുക. സാമ്പിൾ അടങ്ങിയ ദ്രാവകം ടെസ്റ്റ് ട്യൂബുകളിൽ എടുത്ത് ഉപകരണത്തിൽ വെച്ച് ഒരു കേന്ദ്രമാധാരമാക്കി കറക്കുന്ന സമയത്ത് ഭാരം കൂടിയ കണികകൾ കേന്ദ്രത്തിൽ നിന്ന് അകന്നും ഭാരം കുറഞ്ഞവ കേന്ദ്രത്തിന് അടുത്തുമായിട്ട് വേർതിരിയുന്നു. ഈ ഭാരം കൂടിയത് എപ്പോഴും അള്ളിപ്പിടിക്കാനായിട്ട് നോക്കുക അല്ലേ? ഒരു കാറ്റിൽ പറന്നു പോകാതിരിക്കാൻ ഭാരം കുറഞ്ഞത് എന്ത് ചെയ്യുക? എപ്പോഴും അള്ളിപ്പിടിക്കാനായിട്ടാണ് നോക്കുക. അപ്പോൾ ഈ പിടിക്കുമ്പോൾ കേന്ദ്രത്തിൽ അങ്ങോട്ട് പിടിക്കുക എന്ന് ഓർത്താൽ മതി. ചെറുതിനാണ് എപ്പോഴും ഹോൾഡ് വേണ്ടത്. അപ്പോൾ അത് വേഗം കേന്ദ്രത്തിലേക്ക് പിടിക്കുക എന്ന് ഓർത്തു വെച്ചാൽ മതി. ഒന്നുകൂടി വായിച്ചു തരാം. ഭാരം കൂടിയ കണികകൾ കേന്ദ്രത്തിൽ നിന്ന് അകന്നും ഭാരം കുറഞ്ഞവ കേന്ദ്രത്തിന് അടുത്തുമായിട്ടാണ് വേർതിരിയപ്പെടുക എന്നുള്ള പോയിന്റ് ഓർത്തു വയ്ക്കുക. അടുത്തത് പറയാനുള്ളത് വേറൊരു സംഭവമുണ്ട്, അല്ലെങ്കിൽ തന്നെ അവർ കാര്യം പറയുകയാണ്, എങ്ങനെയാണെന്ന് നോക്കുകയാണ്. ഒരു ദ്രാവക മിശ്രിതത്തിലെ ആലയങ്ങളായ ഘടകങ്ങളെ അവയുടെ ഭാരത്തിന്റെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ എന്ന് അറിയപ്പെടുന്നു. ഒരു സെൻട്രിഫ്യൂജിൽ നടക്കുന്ന ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ആക്കുന്ന പ്രവർത്തനമാണ് സെൻട്രിഫ്യൂഗേഷൻ, അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന പ്രവർത്തനത്തെ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നു. ആ എക്യുപ്മെന്റിന് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നു. ഇനി എന്താണ് ക്രൊമാറ്റോഗ്രഫി? അതിന് മുൻപ് പോയിന്റ് പറയാൻ മറന്നു. തൈരിൽ നിന്ന് വെണ്ണ കടയാൻ, അതായത് നമ്മൾ ഒരു കടകോലിട്ടിട്ട് തൈരിലിട്ട് ഇങ്ങനെ കടക്കില്ലേ, ആ കറക്കുന്ന പ്രോസസ്സും ഏകദേശം എന്താണ്? സെൻട്രിഫ്യൂഗേഷൻ ആണ്. അപ്പോൾ തൈരിൽ നിന്നും വെണ്ണ കളക്ട് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? സെൻട്രിഫ്യൂഗേഷൻ പ്രക്രിയയാണ് യൂസ് ചെയ്യുക. ഇനി എന്താണ് ക്രൊമാറ്റോഗ്രഫി? ക്രൊമാറ്റോഗ്രഫി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിൽറ്റർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന രീതിയാണ് ക്രോമാറ്റോഗ്രഫി. ശ്രദ്ധിക്കുക, ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ക്രോമാറ്റോഗ്രഫി. അപ്പോൾ ഒരു ലായകമുണ്ട്, ഇപ്പോൾ വെള്ളം എടുക്കുകയാണെങ്കിൽ വെള്ളത്തിൽ നീല, പച്ച, മഞ്ഞ എന്നിങ്ങനെയുള്ള ലീനങ്ങളെ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ആയി പോയിട്ടുണ്ട്. ഈ കളറുകളെയൊക്കെ നമുക്ക് വേർതിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണിത് ക്രോമാറ്റോഗ്രഫി. ഈ രീതി ആദ്യം ഉപയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനായതുകൊണ്ടാണ് ഈ പ്രക്രിയയെ ക്രോമാറ്റോഗ്രഫി എന്ന് അറിയപ്പെടുന്നത്. ക്രോമാറ്റോഗ്രഫി പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ 2 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ, പല ഘടകങ്ങൾ പല നിറങ്ങൾ കൂടിയിട്ടാണ് ചായങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിച്ചെടുക്കാൻ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നു. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാനും ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ സെന്റൻസ് ഏത്, തെറ്റായവ ഏത് എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ നമ്മൾ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. രക്തകോശങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനോ? പറഞ്ഞേ, രക്തകോശങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അതിശോഷണം അല്ലെങ്കിൽ ക്രോമാറ്റോഗ്രഫിക്ക് ആധാരം അല്ലെങ്കിൽ ക്രോമാറ്റോഗ്രഫി എന്ത് ബേസ് ചെയ്തിട്ടാണ്? അത് അഡ്സോർപ്ഷൻ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ? അതിശോഷണം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായിട്ട് ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഫിൽറ്റർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിന്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം. അതായത് നമ്മൾ ഒരു പാത്രം എന്ന് വിചാരിക്കുക, ആ പാത്രത്തിനകത്തേക്ക് നമ്മളൊരു ഫിൽറ്റർ പേപ്പർ ഇറക്കി വെക്കുകയാണ്. ഈ ഫിൽറ്റർ പേപ്പറിനകത്ത് ഈ ജാറിൽ എന്തുണ്ട്? നമ്മുടെ മിക്സർ ഉണ്ട്. എന്തൊക്കെ ഘടകങ്ങളാണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു മിക്സർ ഉണ്ട്.
അങ്ങനെ ഇതിനകത്തേക്ക് ഈ മിക്സർ കയറി പോകുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ലീനത്തിന്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു. എന്തിന്റെ കൂടെ? ആ ലായകത്തിന്റെ കൂടെ. ഫിൽട്ടർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽട്ടർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം അഥവാ അഡ്സോർപ്ഷൻ. കേശികത്വത്തിലൂടെ അതിശോഷണ നിരക്കിലുള്ള വ്യത്യാസം അനുസരിച്ച് കണികകൾ ഫിൽട്ടർ പേപ്പറിന്റെ ഉപരിതലത്തിൽ വേർതിരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനകത്ത് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഇനി ഉപ്പും അമോണിയം ക്ലോറൈഡും, എങ്ങനെയാണ് ഉപ്പും അമോണിയം ക്ലോറൈഡും നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കി പറഞ്ഞേ. ഉപ്പും അമോണിയം ക്ലോറൈഡും നമുക്ക് എങ്ങനെ വേർതിരിച്ചെടുക്കാം? നമ്മൾ ഏത് മെത്തേഡാണ് ഉപ്പിനും അമോണിയം ക്ലോറൈഡിനും യൂസ് ചെയ്യുക? അത് ഒന്ന് ഉത്പാദനമാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്താണ്? ഉത്പാദന സ്വഭാവമുള്ളൊരു ഘടകമായിട്ടുള്ള അമോണിയം ക്ലോറൈഡ് എവിടെ ഉണ്ട്? ഈ മിശ്രിതത്തിലുണ്ട്. ഉപ്പ് നേരിട്ട് ഉൽപ്പന്നമാവോ? ഇല്ല. നമുക്കറിയാം, കുറേ നല്ലൊരു ഉപ്പ് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം വെള്ളമാവും അല്ലേ? എന്നാൽ അമോണിയം ക്ലോറൈഡ് അങ്ങനെയല്ല. ഉപ്പും അമോണിയം ക്ലോറൈഡിനെയും നമുക്ക് എങ്ങനെയാ? ഉത്പാദനം വഴി സെപ്പറേറ്റ് ചെയ്യാം. അതായത് ഉത്പാദന സ്വഭാവമുള്ള ഘടകമാണെന്ത്? അമോണിയം ക്ലോറൈഡ്. ഇനി പഞ്ചസാര ലായനി, അവിടെ സ്വേദനം നമ്മൾ യൂസ് ചെയ്യാം. എന്താണ് സ്വേദനം? അതായത് ബാഷ്പീകരണ സ്വഭാവമുള്ള ഒരു ഘടകം എവിടെയുണ്ട്? പഞ്ചസാര ലായനിയിലുണ്ട്. അതായത് വെള്ളമാണ് അവിടെ ബാഷ്പീകരണ സ്വഭാവമുള്ള ഘടകം. അടുത്തത് പെട്രോളും മണ്ണെണ്ണയും. എങ്ങനെയാണ് പെട്രോളും മണ്ണെണ്ണയും? ആംശിക സ്വേദനം വഴി. നമുക്കറിയാം നമ്മളെ പെട്രോളിയം പ്രൊഡക്ട്സ് ആണല്ലേ, ഓക്കെ, ക്രൂഡ് ഓയിൽ ആണല്ലേ. അപ്പോൾ പെട്രോളും മണ്ണെണ്ണയും നമുക്ക് എങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റുക? ആംശിക സ്വേദനം വഴി വേർതിരിച്ചെടുക്കാൻ പറ്റും. അതായത് ഘടകദ്രാവകങ്ങളുടെ തിളനിലയിൽ ചെറിയ വ്യത്യാസം, നേരിയ വ്യത്യാസമേ ഉള്ളൂ. രണ്ടിൻ്റെയും തിളനിലയിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആംശിക സ്വേദനമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി കർപ്പൂരവും ഗ്ലാസ് പൊടിയും, അതും ഉത്പാദന മെത്തേഡ് തന്നെയാണ്. കർപ്പൂരം എന്ത് ചെയ്യും? ഉത്പാദന സ്വഭാവമുള്ളത് കൊണ്ട് വേപ്പറായിട്ട് പോകും. ഇനി ഇരുമ്പ് പൊടിയും മണലാണെങ്കിലോ അവിടെ കാന്തിക വിഭജനമാണ് സാധ്യമായിട്ടുള്ളത്. കാന്തിക സ്വഭാവമുള്ള ഘടകം ഏതാണ്? ഇരുമ്പ് പൊടിയാണ്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അവസ്ഥാ പരിവർത്തനം നടക്കുമ്പോൾ കണികകൾക്കുണ്ടാവുന്ന ചില മാറ്റങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്ന് ജലം തിളച്ച് നീരാവിയാകുമ്പോഴും നീരാവി തണുത്ത് ജലമാകുമ്പോഴും കണികകൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അകലം കൂടുന്നത് എന്താണ്? ജലം തിളച്ച് നീരാവിയാകുമ്പോഴാണ്. ആകർഷണ ബലം കുറയുന്നതും ജലം തിളച്ച് നീരാവിയാകുമ്പോഴാണ്. ഊർജ്ജം കൂടുന്നതും ജലം തിളച്ച് നീരാവിയാകുമ്പോഴാണ്. മറ്റേതാണെങ്കിലോ ഇത് മൂന്നും കുറയുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ചലനവേഗം കൂടുന്നത് ജലം തിളച്ച് നീരാവിയാകുമ്പോൾ, അകലം കുറയുന്നത് നീരാവി ജലമാകുമ്പോഴാണ്. ഊർജ്ജം കുറയുന്നതും നീരാവി ജലമാകുമ്പോഴാണ്. ആകർഷണ ബലം കൂടുന്നത് നീരാവി ജലമാകുമ്പോഴാണ്. ചലനവേഗം കുറയുന്നത് നീരാവി ജലമാകുമ്പോഴാണ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ തുറന്നു വെച്ചിരിക്കുന്ന സ്പിരിറ്റാണ് മക്കളെ, സ്പിരിറ്റ്. അല്പസമയം കഴിയുമ്പോൾ അപ്രത്യക്ഷമാകുന്നു. ഇവിടെ അയഡിൻ അല്ല, നാഫ്തലീൻ അല്ല, പാറ്റഗുളികയോ കുറുഗുളികയോ ഒന്നുമല്ല. ഇവിടെ എന്താ വെച്ചിരിക്കുന്നത്? സ്പിരിറ്റാണ് വെച്ചിരിക്കുന്നത്. ചുവടെ കൊടുത്ത പ്രതിഭാസങ്ങളിൽ ഏതെല്ലാം ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന് പറഞ്ഞു നോക്കേ. ഉത്പാദനം വരുമോ? അവിടെ ഉത്പാദനം വരുമോ? ഇല്ല, ഉത്പാദനം വരില്ല. സോളിഡ് ഡയറക്റ്റ് ആയിട്ട് വേപ്പർ ആവുന്നതാണ് ഉത്പാദനം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ? ഇവിടെ വരുന്ന ആൻസർ എന്താണ്? ബാഷ്പീകരണവും വരും, വ്യാപനവും വരും. എന്താണ്? ബാഷ്പീകരണവും വ്യാപനവുമാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഇനി തെറ്റിക്കല്ലേ. ഇത് മേ ബി ഇങ്ങനെ തന്നെ ചോദിക്കാം. ഒരു വാച്ച് ഗ്ലാസ് തുറന്നു വെച്ചിരിക്കുന്ന സ്പിരിറ്റ് അല്പസമയം കഴിഞ്ഞ് നോക്കുമ്പോൾ അപ്രത്യക്ഷമാവുന്നു. സ്പിരിറ്റിന് എന്ത് പറ്റും? ചൂട് തട്ടിയിട്ട് സ്പിരിറ്റ് ബാഷ്പീകരണമാവും, ബാഷ്പീകരണം സംഭവിക്കും. മാത്രമല്ല അത് അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ടും ഓർത്ത് വയ്ക്കുക. ബാഷ്പീകരണവും ശരിയാണ്, വ്യാപനവും ശരിയാണ്. സ്പിരിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഉത്പാദനം എഴുതാനായിട്ട് സാധിക്കില്ല. അല്പസമയം കഴിയുമ്പോൾ അപ്രത്യക്ഷമാവുന്നത് ബാഷ്പീകരണം കൊണ്ടും വ്യാപനം കൊണ്ടുമാണ്. ഇത് പദാർത്ഥ സ്വഭാവം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പൂളാണ് നമ്മൾ ഇനി നോക്കുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മതി. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇങ്ങനെയാണ്: എഥനോളിൻ്റെയും, അവിടെ തിളനില തന്നിട്ടുണ്ട്, 78 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. മെഥനോളിൻ്റെയും 65 ഡിഗ്രി സെൽഷ്യസ് മിശ്രിതം എന്ന് നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും മിശ്രിതം നൽകിയിരിക്കുന്നു. ഈ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഏത് മാർഗമാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഏത് മാർഗം ഉപയോഗിക്കുക? ആംശിക സ്വേദനം. കാരണം 78, 65 എന്ന് പറയുന്നത് വളരെ അടുത്തിട്ടുള്ള വളരെ ചെറിയൊരു അംശ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ആംശിക സ്വേദനം ഉപയോഗിച്ചിട്ടാണ് ഈ മിക്സ്ചറിനെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. ഈ മാർഗം ഉപയോഗിക്കാൻ കാരണം എന്താ? തിളനിലയിലെ നേരിയ വ്യത്യാസം. ഇനി ഇത്തരത്തിൽ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം. ആ ഒരു ഉപകരണത്തിനെ പറയുന്നതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം. ഓക്കെ, അപ്പോൾ ആ ഒരു ഉപകരണം എന്താണെന്നും കൂടി മനസ്സിലാക്കുക. ആംശിക സ്വേദനത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഉപകരണം എന്താണ്? ഫ്രാക്ഷനേറ്റിംഗ് കോളം ആണെന്ന് മനസ്സിലാക്കി.
രണ്ട് മിശ്രിതങ്ങളും അവയെ വേർതിരിക്കുന്ന മാർഗവും ചുവടെ നൽകിയിരിക്കുന്നു. എന്തൊക്കെയാ രണ്ട് മിശ്രിതങ്ങൾ? കർപ്പൂരവും ഗ്ലാസ് പൊടിയും ചേർത്ത പദാർത്ഥം. അതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഉത്പാദനമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? കർപ്പൂരത്തിന് വേപ്പറൈസ് ചെയ്യാൻ, ഇത് ബാഷ്പമായിട്ട് പോകാൻ അല്ലെങ്കിൽ വാതകമായിട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന് പറയുന്ന പേരെന്താ? ഉത്പാദനം. അപ്പോൾ നമുക്ക് ഗ്ലാസ് പൊടി അവിടെ തന്നെ കിട്ടും. അതായത് ഗ്ലാസ് പൊടിയെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇനി ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്നും രക്തകോശങ്ങൾ വേർതിരിക്കുന്നത് സെൻട്രിഫ്യൂഗേഷൻ വഴിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു. എന്താ? അതിന്റെ ഭാര വ്യത്യാസത്തിനനുസരിച്ച് കുറഞ്ഞ ഭാരമുള്ളത് ഏത് ഭാഗത്തിരിക്കും? കേന്ദ്ര ഭാഗത്തിനടുത്തിരിക്കും. ഭാരം കൂടിയവ കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോകും. ആ ഒരു പോയിന്റ് മറക്കാതെ ഓർത്തു വെക്കണം കേട്ടോ. കണികകളുടെ ഭാര വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. നിത്യജീവിതത്തിൽ ഈ മാർഗം പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭം എഴുതുക. ടെക്സ്റ്റിലെ പോയിന്റ് പ്രകാരം നിത്യജീവിതത്തിൽ നമ്മൾ എവിടെയാണ് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുന്നത്? തൈരിൽ നിന്നും വെണ്ണ കടഞ്ഞെടുക്കാനാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചോദ്യം നോക്കൂ. മണ്ണെണ്ണ, ജലം ഇവയുടെ മിശ്രിതത്തെ വേർതിരിക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കുക. നിങ്ങൾ ഏത് മാർഗം പറയുക? മണ്ണെണ്ണയും ജലവും ഇവിടെ തമ്മിൽ കലരുമോ? ഇവർ രണ്ടുപേരും കലരുമോ? ഇല്ല. കലരാത്ത ലിക്വിഡ് ആണെങ്കിൽ നമുക്ക് സ്വേദനമോ ആംശിക സ്വേദനമോ വേണ്ട. അവിടെ എന്തേ വേണ്ടു? ഒരു സെപ്പറേറ്റിംഗ് ഫണലേ വേണ്ടു. ആ സെപ്പറേറ്റിംഗ് ഫണൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധൈര്യമായിട്ട് അതിൽ ഏതെങ്കിലും ഒരു ലിക്വിഡിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത്, കർപ്പൂരവും ഗ്ലാസ് പൊടിയും കലർന്ന മിശ്രിതത്തിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാൻ ഉത്പാദനം എന്ന പ്രക്രിയ ഉപയോഗിക്കുന്നു. എന്നാൽ ഇരുമ്പ് പൊടിയും ഗ്ലാസ് പൊടിയും കലർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഈ മാർഗം ഉപയോഗിക്കാൻ കഴിയുമോ? കാരണം എന്താണ്? ഈ ഉത്പാദനം യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇരുമ്പ് പൊടിയും ഗ്ലാസ് പൊടിയും ആണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉത്പാദനം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇരുമ്പ് പൊടി എവിടെ നിങ്ങൾ കണ്ടോ അവിടെ നിങ്ങൾ എന്ത് എഴുതണം? കാന്തിക വിഭജനം എഴുതണം. അതായത് കാന്തത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഇരുമ്പ് പൊടിയെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഏത് മിശ്രിതത്തിലായിക്കോട്ടെ, ഇരുമ്പ് പൊടി കണ്ടാൽ നമുക്ക് അപ്പം മനസ്സിൽ വരണം അത് കാന്തികത യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഇരുമ്പ്, ഗ്ലാസ് എന്നിവ ഉത്പാദന സ്വഭാവമില്ല. ഇരുമ്പിന് എന്ത് സ്വഭാവമേ ഉള്ളൂ? കാന്തിക സ്വഭാവമാണ് ഉള്ളത്. അതും ഓർത്തു വയ്ക്കാം കേട്ടോ. അടുത്തത് അനുയോജ്യമായ വിധം പൂരിപ്പിക്കാനാണ്. മിശ്രിതം തന്നിട്ടുണ്ട്, ഘടകം തന്നിട്ടുണ്ട്, വേർതിരിക്കുന്ന മാർഗം തന്നിട്ടുണ്ട്. മെത്തനോളിന്റെയും മിശ്രിതം എടുത്തു. എന്താ? മെത്തനോളും എത്തനോളും എടുത്തു. ഘടകങ്ങൾ മെത്തനോളും എത്തനോളും ആണ്. അതിൽ എ എന്ന ഭാഗത്ത് നമ്മൾ എന്താ പൂരിപ്പിക്കുക? അംശിക സ്വേദനമാണ് നമ്മൾ യൂസ് ചെയ്യുക. രണ്ടിൻ്റെയും ബോയിലിംഗ് തിളനില എന്താണ്? നേരിയ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ എന്ത് യൂസ് ചെയ്യും? അപ്പോൾ അംശിക സ്വേദനം യൂസ് ചെയ്യും. അടുത്തത് ഇരുമ്പ്, സൾഫർ ആണ് എന്ത്? ഘടകങ്ങൾ. അപ്പോൾ മിശ്രിതം എന്തായിരിക്കും? ഇരുമ്പിൻ്റെയും സൾഫറിൻ്റെയും മിശ്രിതം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇരുമ്പിൻ്റെയും സൾഫറിൻ്റെയും മിശ്രിതം, ഇരുമ്പ് വന്നാൽ എന്ത് ഉപയോഗിക്കണം? കാന്തം ഉപയോഗിച്ച് വേർതിരിക്കണം. ഇനി തൈര്, ആ തൈരിലെ ഘടകങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? വേർതിരിക്കുന്നത് സെൻട്രിഫ്യൂഗേഷൻ വഴിയാണ്. അതായത് തൈരിൽ നിന്നും മോരോ വെണ്ണയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്തിട്ടാണെന്നുള്ളതാണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ഉപ്പ് വെള്ളത്തിൽ നിന്ന് ശുദ്ധജലം നിർമ്മിക്കാൻ ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്? പറ, ഏത് പ്രക്രിയയാണ് നമ്മൾ ഉപയോഗിക്കുക? സ്വേദനമാണ് യൂസ് ചെയ്യുക. ഏതാണ്? സ്വേദനം. ഈ രീതി ഉപയോഗിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഉപ്പ് ബാഷ്പീകരിച്ച് പോവില്ല. ഏതേ ബാഷ്പീകരിച്ച് പോവുള്ളൂ? വെള്ളമാണ് ബാഷ്പീകരിച്ച് പോകുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഈസിയാണ് അല്ലേ? അപ്പോൾ ഉറപ്പല്ലേ? അപ്പോൾ ഉത്പാദനം എന്നൊന്നും എഴുതി വെക്കരുത്. ഉപ്പ് വെള്ളത്തിൽ നിന്ന് ശുദ്ധജലം നിർമ്മിക്കാൻ ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കുക? സ്വേദനം എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക. സാധാരണ ജലത്തിൽ ധാരാളം ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുണ്ടാകും. ഈ ലവണങ്ങളെ നമ്മൾ എങ്ങനെയാണ് നീക്കം ചെയ്യുക? അല്ലെങ്കിൽ ഇതിന് നീക്കം ചെയ്യാൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗ്ഗം ഏതാണ്? അവിടെയും സ്വേദനം തന്നെയാണ്. ഉപ്പുവെള്ളം ആണെങ്കിലും സാധാരണ ജലത്തിൽ ലവണങ്ങൾ ചേർന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാർഗ്ഗവും സ്വേദനം തന്നെയാണ്. ഇങ്ങനെ ലഭിക്കുന്ന ജലത്തിന്റെ പേരും ഏതെങ്കിലും രണ്ട് ഉപയോഗവും എഴുതുക. ഇങ്ങനെ ലഭിക്കുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. കുത്തിവെക്കാനും സ്റ്റോറേജ് ബാറ്ററികളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഏതാനും പദാർത്ഥങ്ങൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഏതൊക്കെയാ? ജലം കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര കൊടുത്തിട്ടുണ്ട്, ഇരുമ്പും സൾഫറുമായിട്ടുള്ള മിക്സ്ചർ കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഇരുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവയിലൊരു മിശ്രിതം എഴുതുക. ഏതാണ് ഇതിലൊരു മിശ്രിതമായിട്ടുള്ളത്? ശുദ്ധപദാർത്ഥവും മിശ്രിതവുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജലം ശുദ്ധപദാർത്ഥമാണ്, പഞ്ചസാര ശുദ്ധപദാർത്ഥമായിട്ടാണ് ഇരിക്കുന്നത്, ഇരുമ്പ് ശുദ്ധപദാർത്ഥമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇരുമ്പും സൾഫറും മിശ്രിതമാണ്. രണ്ട് പദാർത്ഥങ്ങൾ അടങ്ങിയതുകൊണ്ട് ഇരുമ്പും സൾഫറും മിശ്രിതമാണ്. മുകളിൽ തന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഏത് മാർഗം യൂസ് ചെയ്യും? ഏത് മാർഗം യൂസ് ചെയ്യുക? കാന്തിക വിഭജനമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ മാർഗം സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നു. അങ്ങനെ ഇരുമ്പിനെ നമുക്ക് സൾഫറിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് പറ, ഖരം ഉരുകി ദ്രാവകമാവുന്ന ഒരു അവസ്ഥ നൽകിയിട്ടുണ്ട്. ദ്രാവകം തണുത്ത് ഖരമാകുന്ന അവസ്ഥ തന്നിട്ടുണ്ട്. ഈ അവസ്ഥാ പരിവർത്തനങ്ങളിൽ കണികകൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അകലം കുറയുന്നു. എപ്പോഴാണ് മക്കളെ അകലം കുറയുക? ദ്രാവകം തണുത്ത്
ഖരമാകുമ്പോഴാണ് അകലം കുറയുക. ആകർഷണം കുറയുന്നതോ? ഖരമുരുകി ദ്രാവകമാകുമ്പോൾ ആകർഷണം കുറയും. ഊർജം കൂടുന്നതോ? ഖരമുരുകി ദ്രാവകമാകുമ്പോൾ ഊർജം കൂടും. ചലനവേഗം എവിടെയാ കൂടുക? അപ്പോഴും ഖരമുരുകി ദ്രാവകമാകുമ്പോഴാണ് ചലനവേഗം കൂടുന്നത്. അകലം കൂടിയപ്പോഴാ? ഖരമുരുകി ദ്രാവകമാകുമ്പോൾ കണികകൾക്ക് അകലം കൂടും. ഊർജം കുറയുക എപ്പോഴാ വരിക? ദ്രാവകം തണുത്ത് ഖരമാവുന്ന അവസ്ഥയിൽ ഊർജം കുറയുന്നു. ഇനി ആകർഷണ ബലം കൂടുന്നതും അവിടെ തന്നെയാണ്. ദ്രാവകം തണുത്ത് ഖരമാകുമ്പോൾ ആകർഷണ ബലം കൂടുന്നു. ചലനവേഗം കുറയുന്നതും ദ്രാവകം തണുത്ത് ഖരമാവുന്ന അവസ്ഥയിലാണ് ചലനവേഗം കണികകൾക്ക് കുറയുന്നത്. ഇതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം, ഒരു ദ്രാവകം ഖരമാകുന്ന പ്രവർത്തനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ദ്രാവകം ഖരമാവണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഘനീഭവിക്കൽ, അതായത് തണുത്ത വെള്ളം ഐസ് ആവുന്നത് ഓർത്താൽ മതി. തണുത്ത വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസാക്കുക, ഐസിനെ കട്ടയാക്കുക, ഘനീഭവിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ദ്രാവകം ഖരമാകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരെന്താണ്? ഘനീഭവിക്കലാണ്. എന്നാൽ ദ്രവീകരണം എന്ന് പറഞ്ഞേ, എന്താ ദ്രവീകരണം? ഖരം ദ്രാവകമാകുന്നതാണ് ദ്രവീകരണം. അപ്പൊ സാന്ദ്രീകരണം എന്താ? സാന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ കണ്ടൻസേഷൻ. ഒരു വാതകത്തിനെ നമ്മൾ ദ്രാവകമാക്കി മാറ്റുന്നതിനെയാണ് സാന്ദ്രീകരണം എന്ന് പറയാം. ഇനി ബാഷ്പീകരണം ആണെങ്കിലോ? ദ്രാവകം വാതകമാവുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയാം. ഈ കൺവേർഷനൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് മനസ്സിൽ എപ്പോഴൊന്നും ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വാതകത്തിനെ പ്ലാസ്മ അവസ്ഥയിലേക്ക് മാറ്റണമെങ്കിൽ എന്താണ് പേര് പറയുക? പ്ലാസ്മ അവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറ്റണമെങ്കിൽ എന്താണ് പേര് പറയാം? വാതകാവസ്ഥയിൽ നിന്നും പ്ലാസ്മയിലേക്ക് മാറ്റുന്നതിനെ എന്താ പറയുക? അയോണീകരണം എന്ന് പറയുന്നു. പ്ലാസ്മ അവസ്ഥയിൽ നിന്ന് തിരികെ വാതകത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പുനഃസംയോജനം എന്നാണ് പറയുക. അത് മറക്കാതിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ചില സന്ദർഭങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഏതൊക്കെയാണ് ആ സന്ദർഭം? ക്ലാസ് റൂമിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ചിരിക്കുന്നു. ബീക്കറിലെ ജലത്തിൽ ഒരു തുള്ളി ജലം വീഴ്ത്തുന്നു. ചുവന്ന മഷിയിൽ ചോക്ക് താഴ്ത്തി വെച്ചിരിക്കുന്നു. ഏത് സന്ദർഭത്തിലാണ് വ്യാപനം വേഗത്തിൽ നടന്നത്? പറഞ്ഞേ, ഏത് സന്ദർഭത്തിലാണ് വ്യാപനം ഏറ്റവും വേഗത്തിൽ നടന്നത്? ക്ലാസ് റൂമിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ചിരിക്കുന്നു. അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ വ്യാപനം നടന്നിട്ടുള്ളത്. എന്തുകൊണ്ടാ? കണികകളുടെ ചലനവുമായിട്ട് നമ്മൾ എങ്ങനെയാ പറയാ? വാതകാവസ്ഥയിൽ കണികകളുടെ ചലനം വളരെ കൂടുതലാണ്. ചലനം കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? വ്യാപനം ഏറ്റവും വേഗത്തിൽ നടക്കുന്നു. വാതകാവസ്ഥയിലാണ് കണികകളുടെ ചലനം കൂടുതൽ. ചലനം കൂടുതൽ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? എയറിൽ വ്യാപിക്കാനായിട്ട് സാധിക്കും. താപനില വ്യാപനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? താപനില കൂടുമ്പോൾ വ്യാപനം എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക അല്ലെ. ഇനി ചൂടുള്ള ബിരിയാണി പാത്രങ്ങളൊക്കെ തുറന്നാൽ പെട്ടെന്ന് മണം വരുന്നത് കണ്ടിട്ടില്ലേ? അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദ്രവ്യത്തിന്റെ 7 അവസ്ഥകൾ പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞത്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്നിങ്ങനെ 7 അവസ്ഥകളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണെന്ന് പറഞ്ഞു. നമ്പർ 1. തന്മാത്രകൾ കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണെന്ന് പറഞ്ഞു. നമ്പർ 2. വളരെ ഉയർന്ന ഊഷ്മാവിലാണ് ദ്രവ്യം പ്ലാസ്മ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ അവസ്ഥയിൽ ദ്രവ്യം അയോണീകരിക്കപ്പെട്ട കണങ്ങളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിൽ. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് അതിന്റെ പിണ്ഡം, അതിന്റെ മാസ് എന്ന് പറഞ്ഞത്. എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ പിണ്ഡം എന്ന് പറഞ്ഞു. പിണ്ഡം എന്നത് സ്ഥിരമാണ്, പിണ്ഡത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. എന്നാൽ ഭാരം ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും. പിണ്ഡത്തിന് എന്ത് ചെയ്യുന്നില്ല. ഇത് വളരെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഓർത്തു വയ്ക്കുക. പിണ്ഡം എല്ലാ സ്ഥലത്തും സ്ഥിരമാണ്. അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് എല്ലാ സ്ഥലത്തും സ്ഥിരമാണ്. എന്നാൽ അതിന്റെ ഭാരം പല സ്ഥലത്തും വ്യത്യാസമാണ്. ഈ പിണ്ഡം എങ്ങനെയാ ഭാരമാവുക? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എന്ത്? അതിന്റെ ഭാരം എന്ന് പറയുന്നത്. m/g. നിങ്ങൾക്കറിയാം ഭൂമിയിൽ എല്ലായിടത്തും g ഒരുപോലെയാണോ അനുഭവപ്പെടുന്നത്? അല്ല, ജിക്ക് വ്യത്യസ്ത വാല്യൂസ്, പലയിടത്ത് വ്യത്യസ്ത വാല്യൂസ് ആണല്ലേ. അപ്പോൾ g മാറുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് മാറും? അതിന്റെ ഭാരം മാറും. എന്നാൽ പിണ്ഡം സ്ഥിരമായിട്ടുള്ള വാല്യൂ ആണ്. ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് ദ്രവങ്ങൾ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. വാതകങ്ങളെയും ദ്രാവകങ്ങളെയും നമുക്ക് ദ്രവങ്ങൾ എന്ന് വിളിക്കാൻ പറ്റും. എന്താ? അതിന് ഫ്ലോ പ്രോപ്പർട്ടി ഉണ്ട്, അതിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് ദ്രവങ്ങൾ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ക്വാർക്ക്. പ്രപഞ്ചത്തില് അടുത്ത സ്റ്റേറ്റ് ആണ് പറയുന്നത്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിന് ശേഷം ഫെർമിയോണിക് കണ്ടൻസേറ്റിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്.
പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണികയെ നമ്മൾ എന്താ പറയുക, ക്വാർക്ക് എന്നാണ് പറയുക. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമിക കണത്തെ നമ്മൾ ക്വാർക്ക് എന്ന് പറയുന്നു. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ഒരു ദ്രവ്യത്തിന് പിണ്ഡം എന്നിട്ടുള്ള ആ ഒരു ഗുണം, ഇതിനൊരു പിണ്ഡമുണ്ട്, ഇതിനൊരു മാസ് ഉണ്ട് എന്ന ആ ഒരു ഗുണം നൽകുന്ന കണത്തിന് നമ്മൾ ഹിഗ്സ് ബോസോൺ എന്നാണ് പറയുക. ഓക്കെ, ഇനി ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ഈ അവസ്ഥ കണ്ടെത്തിയത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള സത്യേന്ദ്രനാഥ ബോസും ജർമ്മൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീനും ചേർന്ന എന്താ പറഞ്ഞേ, അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ഇത് നമ്മൾ ലാബിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടെത്തിയതാരാണ്? ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള സത്യേന്ദ്രനാഥ ബോസും ജർമ്മൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീനും ചേർന്നാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടുപിടിച്ചത്. ഇനി ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ നമ്മൾ ഹാഡ്രോൺ എന്നാണ് പറയുക. എന്താണ്? ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കണങ്ങളെ ഹാഡ്രോൺ എന്ന് പറയും. ഇനി ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ലിയോൺ ലിഡർമാൻ ആണ്. ലിയോൺ ലിഡർമാൻ. ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ലിയോൺ ലിഡർമാൻ ആണ്. ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പോൾ ഡിറക് ആണ്. രണ്ട് വേർഡാണ് പറഞ്ഞത്. ഒന്ന് ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ലിയോൺ ലിഡർ ആണ്. ദൈവം ലിയോൺ ലിഡർ, ദ ലയൺ. ദൈവം ലിയോൺ ലിഡർമാൻ. ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പോൾ ഡിറക് ആണ്. പോൾ ഡിറക് ആണ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. ഇനി ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ചത് മുറേ ജെൽമാനും ജോർജ് സ്വിഗുമാണ്. ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ ഇതാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയുടെ ഒരു സ്ട്രക്ചർ. എങ്ങനെയാണ്? അവിടെ ഒരു ആറ്റമിക് ന്യൂക്ലിയൈ നിങ്ങൾ കണ്ടോ? ഒരു എക്സ് ആക്സിസിനോട് അടുത്ത് ആറ്റമിക് ന്യൂക്ലിയൈ കണ്ടോ? അതൊരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണ്. ആ ആറ്റമിക് ന്യൂക്ലിയസിനകത്ത് രണ്ട് ട്രയാങ്കിൾ ഫോം ചെയ്തതുപോലെ കണ്ടിട്ടുണ്ടോ? ഈ ബ്ലൂ ഗ്രീൻ റെഡ് വെച്ചിട്ട്. അപ്പോൾ ആ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്ലൂ ഗ്രീൻ റെഡ് സ്ട്രക്ചറാണ് ക്വാർക്ക് എന്ന് പറയുന്നത്. ഇതൊരു ആറ്റമിക് ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോണിനകത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ബ്ലൂ ഗ്രീൻ റെഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്വാർക്ക്. ഈ ക്വാർക്കുകൾ തമ്മിൽ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താ, അല്ലെങ്കിൽ അത് പദാർത്ഥം എന്താണ്? അതാണ് ഗ്ലൂവോൺ. മനസ്സിലായോ? അതാണ് ഗ്ലൂവോൺ. എന്താ പറഞ്ഞത്? ഈ ക്വാർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ, ക്വാർക്കുകൾ തമ്മിൽ ഇടപെടുമ്പോൾ അതിനിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ സ്പ്രിങ് പോലത്തെ സാധനം ഇല്ലേ, അതിനെയാണ് ഗ്ലൂവോൺ എന്ന് പറയുക. ക്വാർക്കുകൾ തമ്മിൽ ഇടപെടുമ്പോൾ അതിനിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന പദാർത്ഥത്തെയാണ് ഗ്ലൂവോൺ എന്ന് പറയുക. ഇനി ഈ ക്വാർക്കുകൾ ചേർന്നുണ്ടാകുന്ന സ്ട്രക്ചറാണ് ഹാഡ്രോൺ എന്ന് പറയുന്നത്. അതായത് ഹാഡ്രോൺസ്, രണ്ട് ട്രയാങ്കിൾ ഷേപ്പ് കണ്ടില്ലേ? അങ്ങനെ ഈ ക്വാർക്കുകൾ ചേർന്നുണ്ടാവുന്ന രൂപത്തിനാണ് നമ്മൾ എന്ത് പറയുക? ഹാഡ്രോൺ എന്ന് പറയുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയെ പറ്റി പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, ഈ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ദ്രവ്യത്തിന്റെ ഏഴാമത്തെ അവസ്ഥയാണെന്ന് ഓർത്തു വയ്ക്കുക. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണികയാണ് ക്വാർക്ക് എന്ന് ഓർത്തു വയ്ക്കുക. ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ചതാരാ? മുറേ ജെൽമാനും ജോർജ് സ്വിഗുമാണെന്ന് ഓർത്തു വയ്ക്കുക. ദ്രവ്യത്തിന്റെ ഏഴാമത്തെ അവസ്ഥ ഏതാണെന്ന് പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ ക്വാർക്കാണെന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി ഗ്ലൂവോണും ചോദിച്ചിട്ടുണ്ട്. ക്വാർക്കുകൾ തമ്മിൽ ഇടപെടുമ്പോൾ അതിനിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഗ്ലൂവോൺ ആണെന്നും ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് പറയാനുള്ളത് പദാർത്ഥത്തിന്റെ എട്ടാമത്തെ അവസ്ഥയാണ്. റെഡ്ബർഗ് മാറ്റർ ആണ് പദാർത്ഥത്തിന്റെ എട്ടാമത്തെ അവസ്ഥ. ഇത് കേവല പൂജ്യത്തിന് അടുത്ത താപനിലയിൽ റുബീഡിയം ആറ്റങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തെ തുടർന്നിട്ടാണ് റെഡ്ബർഗ് മാറ്റർ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ഒൻപതാമത്തെ അവസ്ഥ PSC മുന്നേ ചോദിച്ചിട്ടുണ്ട്. PSC ആകെ 7 അവസ്ഥകൾ, എത്ര അവസ്ഥകൾ എന്ന് ചോദിച്ചിട്ട് PSC തന്ന ആൻസർ 7 ആണ്. എന്നാൽ 9ാമത്തെ അവസ്ഥ ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഇനി ജോൺ ടെല്ലർ മെറ്റലാണ് പദാർത്ഥത്തിന്റെ 9ാമത്തെ അവസ്ഥ. ഓക്കെ, ഈ ജോൺ ടെല്ലർ മെറ്റലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരേ സമയം വൈദ്യുത ചാലകമായിട്ടും വൈദ്യുത വിരോധിയായിട്ടും അല്ലെങ്കിൽ വൈദ്യുത രോധിയായിട്ടും അവതരിക്കാൻ ഈ ദ്രവ്യരൂപത്തിന് സാധിക്കും. അതായത് ഒരു സൂപ്പർ കണ്ടക്ടറായിട്ടും ഒരു ഇൻസുലേറ്ററായിട്ടും ആർക്ക് നിൽക്കാൻ പറ്റും? ഈ ജോൺ ടെല്ലർ മെറ്റലിന് സാധിക്കും. അപ്പോൾ ഈ ജോൺ ടെല്ലർ മെറ്റൽ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 60 കാർബൺ ആയിട്ടുള്ള ഒരു ഫുള്ളറീനിൽ നമ്മൾ സീഷ്യം ഇൻകോർപ്പറേറ്റ് ചെയ്തു. അതായത് സീഷ്യം ഫുള്ളറൈഡ് ആണ് എന്ത് ശരിക്കും ജോൺ ടെല്ലർ മെറ്റലായിട്ട് ആക്ട് ചെയ്തത്. അതായത് ഒരു 60 കാർബൺ ആയിട്ടുള്ള ഒരു ഫുള്ളറൈൻ സ്ട്രക്ചറിലേക്ക് സീഷ്യം തന്മാത്രകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ജോൺ ടെല്ലർ മെറ്റൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഏതൊക്കെയാണ് പദാർത്ഥത്തിന്റെ അവസ്ഥകൾ? സോളിഡ്, ലിക്വിഡ്, പ്ലാസ്മ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്,
ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7th സ്റ്റേറ്റ് ഏതായിരുന്നു? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 8th സ്റ്റേറ്റ് ഏതായിരുന്നു? റെഡ്ബർഗ് മാറ്റർ. 9th സ്റ്റേറ്റ് ജോൺ ടെല്ലർ മെറ്റൽ. ഓക്കെ, ഇനി 10th സ്റ്റേറ്റ് ഉണ്ട്, ക്വാണ്ടം സ്പിൻ ലിക്വിഡ് എന്ന് പറഞ്ഞിട്ട്. അത് വേണ്ട തൽക്കാലം. ഇപ്പം നമുക്ക് 9 വരെ പഠിച്ചാൽ മതിയാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്.